ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്ന സ്ലോവേക്കിയ എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. ഇത് റെസ്റ്റോറൻ്റാണ് കം ഹോട്ടലാണ്. ഞങ്ങൾ ഇന്നലെ വാർസോയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ഇൻസ്റ്റെഡ് ഓഫ് സിറ്റി റോഡ് വഴി ഞങ്ങൾ ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് വന്നത്. അപ്പം തികച്ചും പ്രകൃതി രമണീയമായ സ്ഥലം തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഇന്നലെ ഫുഡ് കഴിക്കാനും പിന്നെ ഇന്നലെ യൂറോകപ്പ് ഫൈനലായിരുന്നു, അത് കാണാനും കൂടെ വേണ്ടിയാണ് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിർത്തിയത്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ റൂമിൻ്റെ ക്വാളിറ്റീസും ഇവിടുത്തെ സറൗണ്ടിങ്സും കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്യുമായിരുന്നു. വളരെ മികച്ച രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടുത്തെ ഫുഡ് ആവട്ടെ, സ്റ്റേ ആവട്ടെ, ഇവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം ആവട്ടെ, എല്ലാം അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇവർ ഇത് അറേഞ്ച് ചെയ്തേക്കുന്നതും. പാർക്കിംഗ് ആവട്ടെ, ബിൽഡിങ്ങിൻ്റെ പൊസിഷൻ ആവട്ടെ, ഇതിൻ്റെ ബാക്കിൽ ഇനി ഗോൾഫ് യാർഡുണ്ട്, സ്വിമ്മിംഗ് പൂളുണ്ട്, പിന്നെ വോളിബോൾ കളിക്കാം, സാൻഡ് ബീച്ച് വോളിബോൾ കളിക്കാൻ പറ്റിയ സെറ്റിങ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഇവിടെ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും മനസ്സിലാത്തൊരു 4 സ്റ്റാർ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ 4 സ്റ്റാർ ഹോട്ടലാണ്. പക്ഷേ ഇത് അതിൻ്റെ അകത്ത് അടിപൊളിയാണ്. ഒരു റോയൽ, ഇതിൻ്റെ പേര് തന്നെ ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ റോയൽ സെൽഫ് എന്നാണ്. നമ്മളൊരു റോയൽ ലൈഫാണ് ലീഡ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി പ്രതീകമായിട്ടാണ് ഇവർ ഉദ്ദേശിച്ചേക്കുന്നത്. സൂപ്പറായിട്ടുണ്ട് എന്തായാലും. ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലോട്ട് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് ഗോൾഫ് യാർഡ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ലൈക്ക് ചിൽഡ്രൻസിന് വേണ്ടിയുള്ള ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് പാർക്കുണ്ടാവും. അങ്ങ് ദൂരം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അവിടെ ടെന്നീസ് കോർട്ടുണ്ട്, ഇൻഡോർ ഗെയിംസായി ടേബിൾ ടെന്നീസ്, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. ഇൻസൈഡ് സ്വിമ്മിംഗ് പൂളുണ്ട്. ഇത് ആവറേജ് പ്രൈസ് വരുന്നതെന്ന് വെച്ചാൽ 3 പേർക്ക് ഏകദേശം ഒരു നാട്ടിലെ ഇന്ത്യൻ റുപ്പീസ് 6,000 റുപ്പീസ് വരത്തുള്ളൂ. 6,000 അല്ലെങ്കിൽ 5,500 ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ യൂറോപ്യൻ കൺട്രി അത് വെച്ച് ഭയങ്കര ബെനിഫിറ്റായൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെന്താ പറയണ്ടേ, ലൈക്ക് നമുക്ക് വില്ലേജിൻ്റെ ഇന്നർ ബ്യൂട്ടി എൻജോയ് ചെയ്തുകൊണ്ട് സ്റ്റേയും ഫുഡും ആസ്വദിക്കാം. വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇവരെല്ലാം പ്ലേസ് ചെയ്തേക്കുന്നതും. കാരണം എന്താണെന്ന് വെച്ചാൽ ചൈൽഡ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളായാലും മുതിർന്നവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായാലും എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഗൈസ്. നിങ്ങൾക്ക് കാണാം, ഡയറക്റ്റ് കാണാം ഈ ബിൽഡിങ് അവരിത് എങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നതും. ഗസ്റ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ഫസ്റ്റ് ഇംപ്രഷനുകളൊക്കെ അവർ നല്ല രീതിയിൽ വാല്യൂ ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം ക്വാളിറ്റിയാണ് ഇത് പ്രൊവൈഡ് ചെയ്തേക്കുന്നതിൻ്റെ ഫെസിലിറ്റീസും. നമ്മളിതിൻ്റെ അകത്ത് കയറുമ്പോൾ നമുക്ക് തന്നെ ഒരു റോയൽ ഫീൽ വരുന്നുണ്ട്. സോ എന്നെപ്പോലെ സാധാരണക്കാരൻ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആൾക്കാർ വരുമ്പോൾ നല്ലൊരു എന്താ പറയുക റിച്ച് ഫീൽ കിട്ടും. എന്നാൽ നമുക്ക് അഫോർഡബിളുമാണ്. അതാണ് ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് തന്നെ ഉള്ളതെന്ന് ശരിക്കും അടുപ്പിച്ച് ചെയ്തു. ഓക്കെ, സോ അത് കഴിഞ്ഞ് ബുൾസ് ചെയ്യുന്ന ഒരു 2 ബുൾസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2 നേരം നമ്മളിതൊക്കെ തട്ടും. നമ്മൾ നല്ല ഇത് പറയണം. ഇതുപോലെയാണ് നമ്മൾ ഭക്ഷണമൊക്കെ എഴുതുന്നത്. ഇതാക്കി ഇത് ബേക്കണൊക്കെ നല്ല അടിപൊളി, നല്ല ബേക്കൺ, അടിപൊളി ബേക്കൺ നമ്മൾ. ഓക്കെ, എനിക്കിത് വേണ്ട, ഇത് വേണ്ട. ബ്രെഡ് അതേ ഉള്ളൂ, നല്ല വേറുണ്ട്. വേറെ ഉണ്ടോ? അത് സെറം ചീസ് മാത്രമേ ഉള്ളത്. ചീസ് ഇവിടെ ഇത് വെച്ചിട്ട് ഇത് ഹാം, ഇത് ചീസ് മാത്രം. ഇത് പല ചിക്കൻ ഇല്ല, എന്താ പാൻ കേക്ക്. ഇതാണ് ഡൈനിങ് ഏരിയ. നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇവിടുത്തെ ലൈറ്റ് പ്ലേസ്മെൻ്റ് ആയാലും വിൻഡോ പ്ലേസ്മെൻ്റ് ആയാലും കറക്റ്റ് ഇൻസൈഡിലോട്ട് സൺലൈറ്റ് എങ്ങനെ വരുന്നുണ്ടെന്നും അവർ ലൈറ്റ് യൂസ് ചെയ്തിരിക്കുന്ന സെറ്റിങ്സ് എങ്ങനെയാണെന്നും വളരെ മനോഹരമായിട്ടാണ് അവരിത് പ്ലേസ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് റിയലി അമേസിംഗ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. മറ്റേ പുള്ളി പറഞ്ഞില്ല, റിയലി അമേസിംഗ് ഫെസിലിറ്റി. സ്വിമ്മിംഗ് പൂൾ, ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ ലൈക്ക് അവർ പ്ലേസ് ചെയ്തിരിക്കുന്ന രീതി, വാളിൽ പിക്ചേഴ്സും എല്ലാം വളരെ മനോഹരമായിട്ടാണ് ഇതെല്ലാം ചെയ്തത്. ആക്ച്വലി ഒരു 5 സ്റ്റാർ അല്ലെങ്കിൽ 4 സ്റ്റാർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, എന്നാൽ അഫോർഡബിളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത റൂംസിലോട്ടുള്ള വഴി. സോ ഈ മാറ്റായാലും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ച് മീൻസ് പറയുന്ന പേയ്മെൻറ്റിനുള്ള ക്വാളിറ്റിയും ഫെസിലിറ്റീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഉള്ളിലോട്ടാണെന്നാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറയുക, ഇതാണ് ഞങ്ങൾ റൂം 112. ഏറ്റവും നല്ല ഒരു റൂം പ്ലേസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളായാലും റൂമിലുള്ള വ്യൂ അതിമനോഹരമാണ് ഗൈസ്. നമുക്ക് കാണാൻ പറ്റുന്നത്. ലൈക്ക് ജസ്റ്റ് ഒന്ന് വിൻഡോ ഓപ്പൺ ചെയ്ത് തന്നെ നല്ല കാം പ്ലീസ് ആയിട്ടുള്ളൊരു ഫീലിങ്സാണ് തരുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ
സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇവരുടെ ഫെസിലിറ്റീസും ഇവരുടെ എല്ലാം. ലൊക്കേഷൻ മറ്റേ ലുക്കാമ്പാണോ? ലുക്കാൻ പറ്റും.